എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കുറ്റം പറയുന്നതും കുറ്റം പറയാത്തതുമായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്ത് കണ്ടാലും അതിൽ നെഗറ്റീവ് മാത്രം കാണുന്നതും, അന്നെങ്കിൽ എന്ത് കണ്ടാലും അതിൽ നന്മ മാത്രം കാണുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഈ കുറ്റം പറയാൻ യോഗ്യരായിട്ടുള്ളവരുണ്ട്, അയോഗ്യരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ കുറ്റം പറയാൻ യോഗ്യരായിട്ടുള്ളവർ എങ്ങനെയെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറയുന്നു, ഫുഡിൻ്റെ കാര്യമൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം, നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആക്കിക്കോ, ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് അവരെ ഫുഡിൻ്റെ കാര്യമെല്ലാം നമ്മൾ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ റെഡിയാക്കിക്കോ എന്ന് പറയും. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളിങ്ങനെ മറ്റു കാര്യങ്ങളുമായിട്ട് അങ്ങ് പോകുന്നു. നാളെയാണ് ഫംഗ്ഷൻ നടക്കണമെങ്കിൽ തലേന്ന് വിളിച്ച് പറയാം, അയ്യോ അത് റെഡി ആകുകയില്ല കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം നടക്കത്തില്ല, നിങ്ങളത് വേറെ എന്തെങ്കിലും ചെയ്തോ, ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അവരേറ്റ കാര്യം സമയത്ത് അവർ കൃത്യസമയത്ത് ചെയ്തു തരാതിരിക്കുന്നു. അപ്പം നമുക്ക് അവരെ വിളിച്ചെടുക്കും, നീ എന്ത് പണിയാണ് കാണിച്ചത്, ഇത് ഇത്രയും ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു കേട്ടോ, ഞാനിപ്പോൾ ഈ രാത്രിക്ക് ഇനി എവിടുന്ന് പോയി എങ്ങനെ പോയി നമ്മൾ ഫുഡ് റെഡിയാക്കുക, ഇത് ഇത്രയും ഞങ്ങളോട് വേണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് അവരെ കുറ്റം പറയാൻ അവരർഹരാണ്, അത് കേൾക്കാൻ അവരർഹരാണ്, പറയാൻ നമ്മൾ യോഗ്യരുമാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ അടുത്ത് വന്നേച്ചാൽ അടുത്തുള്ളവരെക്കുറിച്ചും കൂടെ വർക്ക് ചെയ്യുന്നവരെക്കുറിച്ചും പോകുന്ന വഴിക്കുള്ളവരെക്കുറിച്ചും എല്ലാം ഇങ്ങനെ വന്ന് നമ്മളോട് വന്ന് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരങ്ങനെ ചെയ്തു, അല്ലെ അവരത് കാണിച്ചു, ഇത് കാണിച്ചു, ഇങ്ങനെയെല്ലാം നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കുറ്റം പറയുന്നതും കുറ്റം കേൾക്കുന്നതും ശിക്ഷാർഹമാണ്. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് മോശമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൂടെ ഒരു ചീഞ്ഞ വിത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോലെ. ഇപ്പോൾ ഒരു നല്ലൊരു സബോളയുടെ അടുത്ത് ചീഞ്ഞ സബോള കൊണ്ട് വെക്കുവാണെങ്കിൽ ആ 3-4 ദിവസത്തിനകം ആ നല്ല സബോളയും കൂടെ ചീഞ്ഞു പോകത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ മറ്റുള്ളവരെ പരദൂഷണക്കാരുടെ അടുത്തിരുന്ന് നമ്മൾ ഈ പരദൂഷണം കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സും കൂടെ ചീഞ്ഞു നാറാൻ തുടങ്ങും. അത് പ്രകാരം നമുക്കൊന്നെങ്കിൽ അവരിൽ നിന്ന് ഒഴിവായി പോവുക, അല്ലെങ്കിൽ നമ്മളോട് ആരുടെ കാര്യമാണോ അവർ പറയുന്നത്, എന്താണോ പറയുന്നത്, അതിനെ നമുക്ക് മറുത്തു പറയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരാളെക്കുറിച്ച് പറയാം, അവൾ ശരിയല്ല കേട്ടോ, അവൾ അങ്ങനെ കാണിക്കുന്നു, അവൾ അവിടെ ഒന്നും കൂട്ടുകൂടാനൊന്നും കൊള്ളത്തില്ല, അവളെ വീട്ടിൽ നമുക്ക് അടുപ്പിക്കാൻ കൊള്ളത്തില്ല, ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് അവരെ ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്നതായിരിക്കും നമ്മളോട് പറയുന്നത്. ആ വ്യക്തിയെ നമുക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷെ നമ്മുടെ നോട്ടത്തിൽ അവരൊരു നല്ല വ്യക്തിയാണ്, അവർ എല്ലാം കൊണ്ടും മര്യാദയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇവരോട് പറഞ്ഞ് തിരുത്തി കൊടുക്കുക, അത് വെറുതെ കേട്ടോ, ആൾക്കാർ ചുമ്മാ അല്ലെ നിങ്ങൾക്കത് തോന്നിയത്, അങ്ങനെയല്ല ആ ആൾ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മൾ ആരെയും നിന്ദിക്കാതിരിക്കുക. നമ്മുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും ഉള്ളതെല്ലാം ദൈവം എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ഇത് കാണാനും കേൾക്കാനും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ദൈവം, ചീത്തയും നന്മയും തിരിച്ചറിയാൻ. അതുകൊണ്ട് ആരെയും കുറ്റം പറയാതിരിക്കുക.